അൾട്ടിമേറ്റ്ലി കേൾക്കുന്ന ലിസണേഴ്സ് തന്നെയാണ് എല്ലാ ബാൻഡുകളുടെയും വിജയം എന്ന് പറയുന്നത്. ലിസണേഴ്സാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യാനുള്ള കാരണം, നമുക്ക് ഇപ്പോൾ ഫിഷ് റോക്ക് എന്നുള്ള പാട്ട് ചെയ്തു, ഒരുപാട് ഒറിജിനൽസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കാരണം, ഒന്നാമത് ബാൻഡായിട്ട് തുടരാനുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിഷ് റോക്കും ആണ് ആദ്യം ഇറങ്ങിയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ആൾക്കാർ കേൾക്കണമെന്നില്ല അധികം. ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഒരു പുതിയ പാട്ട് ആൾക്കാർ കേൾക്കണമെന്നില്ല. പക്ഷേ ബീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ആട്ടാണ് ആദ്യം ഇറക്കിയത്. ആൾക്കാർക്ക് ഓൾറെഡി മനസ്സിനകത്ത് പതിഞ്ഞു കിടന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇവരത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ ആൾക്കാർക്കുണ്ട്, കാരണം ഓൾറെഡി അറിയാവുന്ന പാട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് ആ പേര്. അതാണ് ആ പേരിൻ്റെ ഗുണമാണ്. അപ്പോൾ ആ പാട്ട് നമ്മൾ കവേഴ്സ് ആദ്യം ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ പാട്ട് ഇത്രയും പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ ചെയ്തത് കൊണ്ടാണ് അത് ആൾക്കാർ ഇത്രയധികം കേട്ടത്. നമ്മൾ പുതിയ 4 പാട്ടുകൾ ഇതേ മൂഡിലുള്ള പാട്ടുകൾ ചെയ്താൽ പോലും അധികം കേട്ടുവെന്ന് വരില്ല. അത് ഇത് ഇത്രയും കൊല്ലങ്ങളെടുത്ത് തഴമ്പിച്ച പാട്ടായതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ പാട്ടായാൽ പോലും ആൾക്കാർ ഇത്ര കേട്ടുവെന്ന് വരില്ല. അത് ഇത്രയും കൊല്ലങ്ങളായി, 10-20 കൊല്ലങ്ങളായിട്ട് ആൾക്കാരുടെ മനസ്സിനകത്ത് വളർന്നു. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ അടിയിൽ ഇങ്ങനെ കിടന്ന പാട്ടാണ് അത്. നമ്മൾ മരിക്കുന്നത് വരെ ആ പാട്ട് അവിടെ നിന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടായതുകൊണ്ടാണ് ഇപ്പോൾ നൊസ്റ്റാൾജിയ അതിങ്ങനെ ഹിറ്റായത്. നൊസ്റ്റാൾജിയ ഹിറ്റായതുകൊണ്ടാണ് ആക്ച്വലി ഫിഷ് റോക്ക് ഹിറ്റായത്. നൊസ്റ്റാൾജിയ കേട്ട് ഹിറ്റായി. അപ്പോൾ പേര്, ആ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പേര് ആൾക്കാരെ മനസ്സിൽ കിടന്നു. പിന്നെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ വേറെ പാട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഫിഷ് റോക്ക് എന്ന് പറഞ്ഞ പാട്ട്, ഇവരുടെ പുതിയ പാട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരത് ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആ പാട്ട് ഇറക്കിയിരുന്നെങ്കിൽ തൈക്കുടം ബ്രിഡ്ജിന് ആൾക്കാർക്ക് അറിയില്ല പുതിയൊരു പാട്ട്, ആൾക്കാർ ക്ലിക്ക് ചെയ്യണമെന്നില്ല. അതിൻ്റെ കാരണം നൊസ്റ്റാൾജിയ തന്നെയാണ്. നൊസ്റ്റാൾജിയയും ഇതുവരെയുള്ള വേറെ മറ്റു പാട്ടുകളും തന്നെയാണ്. ബാക്കി എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 12 പാട്ടും ഒറിജിനൽ ചെയ്തിരുന്നെങ്കിൽ എല്ലാം വേസ്റ്റായി പോയനെ എന്നുള്ളൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ അറിയാം. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒറിജിനൽസാണ്. ഇനിയും നമ്മളൊരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പാട്ടും നോട്ടീസ് ചെയ്യാതെ പോവില്ല. കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഉള്ളൂ. നമ്മളിടുന്ന എല്ലാ പാട്ടും കേൾക്കും ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അതിനകത്ത്. നമ്മൾ 4 പാട്ട് ഒറിജിനൽ ചെയ്താൽ അത് കേൾക്കാതെ പോകരുത്. അതായിരുന്നു ഒരു ഇത്. ഇപ്പോൾ ഫിഷ് റോക്ക് അതിനകത്ത് ആക്ച്വലി ഫിഷ് റോക്കും ശിവ എന്ന് പറയുന്നൊരു ഒറിജിനൽ കൂടി ഉണ്ട്. അത് ആൾക്കാർ കേട്ടിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാൽ ചിലപ്പോൾ കേട്ടാനേ, മനസ്സിലായി. അപ്പോൾ അന്ന് ഇറക്കിയത് കൊണ്ട് അത് കുറച്ച് മ്യൂസിക്കലി ഉള്ള പാട്ടാണ്. അത് അതിന് വലിയ പ്രതീക്ഷകൾ പോലും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഫിഷ് റോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ലിറിക്സാണ്. എൻ്റെ ചേച്ചി അതിൻ്റെ ലിറിക്സ് എഴുതിയത്. അതിൻ്റെ ലിറിക്സ് അത്രയും ഒരു ലേമാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിറിക്സ് ആയതുകൊണ്ടും അതുകൊണ്ടാണ് അതത്രയും പോപ്പുലർ ആവാനുള്ള കാരണം. ആക്ച്വലി അതിൻ്റെ 4-5 വരികളേ ഉള്ളൂ അതിനകത്ത്. അതിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ ലിറിക്സ് കാരണം അത്ര ഫ്രഷായിട്ട് തോന്നുന്നതും ആൾക്കാർ വളരെയധികം ചോദിക്കുകയും ചെയ്യുന്ന. ലൈവ് ഷോയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തുടക്കം മുതലേ പറയും ഫിഷ് റോക്ക് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് നോട്ടീസ് ചെയ്തുകൊണ്ടാണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ നല്ല ഒരുപാട് പാട്ടുകൾ സിനിമയിലായാലും ഒരുപാട് നല്ല പാട്ടുകൾ നോട്ടീസ് ചെയ്യാതെ പോകുന്നുണ്ട്. കേട്ടാൽ ചിലപ്പോൾ ഇഷ്ടമായി തന്നെ, പക്ഷെ കേൾക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ കേൾക്കാൻ ഉള്ളൊരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കവറുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളെടുത്ത് വർക്ക് ചെയ്ത് വന്ന് അവർക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ പോകേണ്ട ആർട്ടിസ്റ്റുകളാണ് അവർ. അത്രയധികം ക്വാളിറ്റിയുള്ള ബാൻഡാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട്. അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമുക്ക് 7-8 മാസങ്ങൾ കൊണ്ട് കിട്ടേണ്ട ഒരു ഫെയിമല്ല, അതിലും ഒരുപാട് കൂടുതൽ ഫെയിമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കുള്ളൊരു ആശങ്കയുണ്ട്. കാരണം നമ്മൾ ഇനി മനുഷ്യന്മാർക്ക് നമുക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ട് നമ്മളെ മടി പിടിക്കുകയും നമ്മൾ ചെയ്യുന്നതൊന്നും പിന്നെ നമ്മൾ കൊടുക്കുന്നതൊന്നും ന്യൂ അല്ല എന്ന് തോന്നുകയും ചെയ്യുന്നൊരു ഇത് വരാൻ സാധ്യതയുണ്ടെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇനിയുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽസ് ഇറക്കാന്നുള്ളത്. ഇപ്പോൾ 2 പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ തീവണ്ടി എന്ന് പറയുന്ന പാട്ടായിരിക്കും നമ്മുടെ അടുത്ത ഒറിജിനൽ. അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീവണ്ടി എന്നുള്ള പാട്ടിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അടുത്ത മെയിൽ തന്നെ ഉണ്ട് അതിൻ്റെ റിലീസ് ഉണ്ടാവും. അപ്പോൾ
ആ തീവണ്ടി പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഒറിജിനൽ ഇപ്പോൾ പതുക്കെ വരും. അങ്ങനെ ഒറിജിനൽസ് 1 by 1 ആയിട്ട് റിലീസ് ചെയ്ത് പിന്നെ ഷോസിൽ നമ്മൾ പതുക്കെ നമ്മുടെ ഒറിജിനൽസ് മാത്രം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. ഇപ്പോൾ കവേഴ്സാണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ അത് അടുത്ത സീസണോടുകൂടി കുറച്ചും കൂടി ഒറിജിനൽസ് ഒരു കുറച്ചധികം കൊല്ലങ്ങളിലേക്കുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. കാരണം എനിക്കിത് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളൊരു താല്പര്യമില്ല. കുറച്ചധികം കാലം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ ഒറിജിനൽസ് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ്. ഒറിജിനൽസിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും സാധാരണക്കാരനും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ബാൻഡ് മെമ്പേഴ്സ് ഉള്ളത്. ഇതിപ്പോൾ പീയൂഷ് കപൂർ ഹാൻഡിൽ ചെയ്യുന്ന റോക്ക് സോങ്ങും ബ്ലൂ സോങ്സും ആണെങ്കിൽ അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷേ ഇതിനകത്ത് വിപിൻ, ഞാൻ, എൻ്റെ അച്ഛൻ, സിദ്ധു അങ്ങനെയുള്ള ആളുകൾ സാധാരണ, അതായത് ഒരു സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും കൂടുന്ന ആളുകളാണ്. അതിൽ നമ്മൾ സാധാരണക്കാർക്ക് ബ്ലൂസ് അല്ലെങ്കിൽ റോക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്റ്റാൻഡേർഡ് നിലവാരം കുറവാണെന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. ഇപ്പോൾ ഒരു ബാൻഡ് എന്ന് പറയുന്നാൽ റോക്ക് സോങ്സ് മാത്രം അല്ലെങ്കിൽ മെറ്റൽ സോങ്സ് മാത്രം ചെയ്യാൻ പാടുള്ളൂ, ബാക്കി എല്ലാ ജോണേഴ്സും കൈകാര്യം ചെയ്യുന്നത് ചീസിയാണ് എന്ന് പറയുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല. ഒരു ബാൻഡ് എന്നുള്ളത് വിട്ടിട്ട് സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണ്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് എനിക്ക് ഏത് പാട്ട് കേൾക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, ഏത് പാട്ട് ഇഷ്ടപ്പെടണമെന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് പാട്ട് ചെയ്യണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കാനുള്ള സംഗീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളൊരു 10 പാട്ട് ഇറക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പാട്ട് ഒരാൾക്ക് ആണെങ്കിൽ മറ്റേ പാട്ട് മറ്റാൾക്കുള്ളതായിരിക്കും. അത് എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊരു ഷോയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക ഇരുന്ന് കാണാൻ പറ്റണം. ഒരു പാരൻ്റ് ഒരു ഫാമിലി ആയിട്ട് വന്നാലും കാണാൻ പറ്റണം. അത് ആക്ച്വലി ഒരു കമേഴ്ഷ്യൽ കൺസെപ്റ്റ് ആണെന്ന് വേണമെങ്കിൽ ഫിലിമി ആയിട്ട് പറയാം. അത് കുഴപ്പമില്ല, നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്.